നബിദിനത്തിൽ 1,00,000-ലധികം പേർക്ക് അന്നദാനം നടത്തി ഇത്തവണയും മലപ്പുറം വലിയങ്ങാടി ശുഹദാ മസ്ജിദ് കമ്മിറ്റി. എല്ലാത്തിനും കാർമ്മികത്വം വഹിച്ചുകൊണ്ട് മലപ്പുറം കാസി OPM സയ്യിദ് മുത്തുക്കോയ തങ്ങളും. എല്ലാ വർഷങ്ങളിലും എന്ന പോലെ ഈ വർഷവും നബിദിനത്തിൽ മലപ്പുറം വലിയ പള്ളി എന്നറിയപ്പെടുന്ന വലിയങ്ങാടിയിലെ ശുഹദാ മസ്ജിദിലെ അന്നദാനം നടന്നു. ഒറ്റയ്ക്കത്ത് പുതിയ മാളിയേക്കൽ തറവാടിന്റെ മുറ്റത്ത് പ്രത്യേകം സജ്ജമാക്കിയ ഖാൻ ബഹാദൂർ നഗറിൽ നടക്കുന്ന അന്നദാനം 55 വർഷമായി ഇവിടെ നടന്നുവരുന്നു. ഇപ്പോഴത്തെ കാസിയുടെ പിതാവായിരുന്ന പരേതനായ OPM ചെറുകോയ തങ്ങളാണ് ഇങ്ങനെയൊരു അന്നദാനത്തിന് തുടക്കം കുറിച്ചത്. ഒരു നാട് മുഴുവൻ ഒരുമിച്ച് സൗഹാർദ്ദത്തോടെ ചേർന്ന് നിൽക്കുന്ന ഈ കാഴ്ച തീർച്ചയായും ഈ കെട്ടകാലത്ത് കണ്ണിനും മനസ്സിനും കുളിരു പകരുന്നതാണെന്ന് പറയാതെ വയ്യ. ജാതിമത ഭേദമന്യേ 25,000-ലധികം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ ഇത് നൽകി വരുന്നത്. നാട്ടുകാർ നൽകി വരുന്ന നേർച്ചകളും സംഭാവനകളുമാണ് ഇതിന്റെ മൂലധനമെന്നും കേവലം ഒരു നബിദിനാഘോഷം എന്നതിലുപരി മലപ്പുറത്തിന്റെ മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും ഒരു അടയാളപ്പെടുത്തൽ കൂടിയാണിതെന്നും OPM സയ്യിദ് മുത്തുക്കോയ തങ്ങൾ പറഞ്ഞു. ഈ പ്രദേശത്തെ പ്രമുഖ പാചകക്കാരനായ ചാത്തൻചിറ സുലൈമാന്റെ നേതൃത്വത്തിൽ സ്ത്രീകളടക്കം 30-ലധികം വരുന്ന പാചക വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് പാചകപ്പുര നടന്നു വരുന്നത്. നബിദിനത്തിന്റെ തലേ ദിവസം ഉച്ചയോടുകൂടി ആരംഭിക്കുന്ന പാചകപ്പുരയിൽ രാത്രിയടക്കം ഉറക്കമൊഴിച്ച് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന സംഘം സജീവമായുണ്ടാകും. നബിദിനത്തിന് രാവിലെ 9:30 അന്നദാന വിതരണം തുടങ്ങി ഉച്ചയോടെ കൂടി തീരുന്നതുവരെ ഇവരെല്ലാം സജീവമായുണ്ടാകും. ഓരോ വീട്ടിലും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സംഘാടകർ പ്രത്യേക കൂപ്പണുകൾ വിതരണം ചെയ്യും. വലിയങ്ങാടിക്ക് പുറമെ സമീപ പ്രദേശങ്ങളിൽ നിന്നുള്ള കുടുംബങ്ങളും കൂപ്പണുകൾ വാങ്ങുന്നു. ഇതുമായി എത്തുന്നവർക്കാണ് അന്നദാനം നൽകി വരുന്നത്. കൂപ്പണില്ലാതെ വരുന്നവരെയും നിരാശരാക്കാറില്ലെന്ന് സംഘാടകർ പറഞ്ഞു. ഈ വർഷത്തെ അന്നദാനം മലപ്പുറം കാസി സയ്യിദ് OPM മുത്തുക്കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് മഹല്ല് കമ്മിറ്റി ജനറൽ സെക്രട്ടറി പറയക്കുന്നൻ മുസ്തഫ, ട്രഷറർ യോഗിൻ സലീം, വൈസ് പ്രസിഡന്റുമാരായ OPM ഹക്കീം തങ്ങൾ, PK മുഹമ്മദ് അലി, സെക്രട്ടറിമാരായ KT അക്ബർ ഇന്നി, മലപ്പുറം നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK അബ്ദുൽ ഹക്കീം എന്നിവർ നേതൃത്വം നൽകി. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.